ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു റഫ് ഇതായിരുന്നു അല്ലേ, ഒരു റഫായിട്ടുള്ള ഒരു ജമ്പായിരുന്നു. റഫായിട്ടുള്ള നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഈ ഒരു വ്യൂവിൽ അതിനൊന്ന് കണ്ടുപോകാം. ജസ്റ്റ് പ്ലേ ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് റഫായിട്ടുള്ളൊരു ജമ്പായിരുന്നു. 30 ഫ്രെയിംസ് ആയിരുന്നു കേട്ടോ. 24 ഫ്രെയിംസിലാക്കുക. 30 ഫ്രെയിംസ് വേണ്ട, നമുക്ക് 24 ഫ്രെയിംസിലാക്കാം. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു ജമ്പ്. അപ്പോൾ ഈ ജമ്പിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ കാലിങ്ങനെ റോബോട്ടിൻ്റെ പോലെയാണ് ഇരിക്കുന്നത്. കാല് കണ്ട ചാടുമ്പോൾ ഇത്രയും ഭയങ്കര റോബോട്ടിക് ആയിപ്പോയ ഒരു ഫീൽ. അപ്പോൾ നമ്മൾ ആദ്യം റോബോട്ടിക് ഫീൽ ഒന്ന് മാറ്റാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് കാലിൻ്റെ കൺട്രോളിൽ പോയിട്ട് മെഷീൻ ഓഫ് ചെയ്തിട്ട് കാലിൻ്റെ കൺട്രോളിൽ പോയിട്ട് നമുക്ക് കാലൊന്ന് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് അങ്ങോട്ട് മാറ്റാം. ഫൈൻ, ജസ്റ്റ് ഒന്ന് മാറ്റാം കാലിൻ്റെ ആ ഒരു പൊസിഷൻ. രണ്ട് കാല് മാറ്റണമെന്നില്ല, അത് ചിലപ്പോൾ ഓക്വേർഡായിട്ട് തോന്നും. ജസ്റ്റ് ഇതൊന്ന് മാറ്റുക രണ്ടെണ്ണം. ഓക്കെ, അപ്പോൾ ആ നിൽക്കുന്ന പൊസിഷനിൽ എല്ലാ കാലിൻ്റെ ആ ഒരു ഇതങ്ങ് മാറി കിട്ടും. ഓക്കെ, ആ നിൽക്കുന്ന ഏരിയയിൽ മാത്രം. ഓക്കെ, അത് ശ്രദ്ധിക്കണം. ബാക്കി എല്ലാത്തിലും ആ ജമ്പിൽ കംപ്ലീറ്റ് നമുക്ക് അത് തന്നെ വേണം. ആ ഒരു പർട്ടിക്കുലർ ഇത് തന്നെ ആയിരിക്കണം വേണ്ടത്. റിലീസ് ചെയ്യുമ്പോൾ കുഴപ്പമില്ല. ഓക്കെ, റിലീസ് ചെയ്യുന്ന ഏരിയയിൽ കുഴപ്പമില്ല. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ക്യാമറ വ്യൂവിൽ ഒന്നും കൂടെ പോയി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ക്യാമറ വ്യൂവിൽ നോക്കുമ്പോൾ ക്യാമറ നമുക്കൊരു കാര്യം ചെയ്യാം, സ്വല്പം കൂടെ ഒന്ന് ട്വീക്ക് ചെയ്യാം. ക്യാമറ സ്വല്പം ഒന്ന് സൈഡ് വ്യൂലാക്കാം. അൺലോക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് അൺലോക്ക് ആയിട്ടില്ല. ഓക്കെ, വ്യൂ സെലക്ട് ക്യാമറ ഫുൾ സെലക്ട് ചെയ്യുന്നു, റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, അൺലോക്ക് സെലക്റ്റഡ്. ചെറുതായിട്ടൊന്ന് മാറ്റാം. ഓക്കെ, ആ കാലിൻ്റെ ഇതൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. ലോക്ക് ചെയ്യുക വീണ്ടും. ഓക്കെ, ഇപ്പോൾ കാലിന് വലിയ പ്രശ്നമില്ല. പക്ഷേ മറ്റേ കാല് സ്വല്പം കൂടെ വന്നു കഴിഞ്ഞാൽ ആ ഒരു സില്ലോട്ട് പ്രോപ്പറായിട്ട് മനസ്സിലാവും. ഇപ്പോൾ ആ സില്ലോട്ട് പ്രോപ്പറായിട്ട് മനസ്സിലാവാത്തൊരു ഫീലുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സ്വല്പം, അല്ലെങ്കിൽ നമ്മൾ ക്യാമറയുടെ ക്യാമറ ആദ്യമേ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും മാറ്റേണ്ട ആവശ്യമില്ല. ഒറ്റ ആംഗിൾ ഫിക്സ് ചെയ്തിട്ട് നമ്മളിങ്ങനെ ചെയ്താൽ മതി. ഇതിപ്പോൾ പ്രൊഡക്ഷനിലാണെങ്കിൽ നമുക്ക് ക്യാമറ എപ്പോഴും ട്വീക്ക് ചെയ്യാനുള്ള ഒരു അനുവാദം ഇല്ല. അപ്പോൾ നമ്മൾ അത് നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇപ്പോൾ ആ കറക്റ്റ് സില്ലോട്ട് കാലിൽ കാണുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഒരുപാട് ഡീറ്റെയിലോട്ട് അതിലോട്ട് പോകണ്ട. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ ജമ്പ് ചെയ്തു. ഓക്കെ, ഇതിപ്പോൾ ഭയങ്കര ഹൈറ്റ് വീണ്ടും കൂടി, കാരണം ഈ കാലിൻ്റെ ആ ഒരു പ്രോബ്ലം ഉള്ളതുകൊണ്ടാണ്. നമുക്ക് സ്വല്പം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. അതിനൊന്ന് സ്വല്പം ഒരുപാട് ഇതായിപ്പോയി. സ്വല്പം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തതിന്. ഓക്കെ, ഫൈൻ, ഇത്രയും മതി, ഇത് ഇനഫാണ്. ഓക്കെ, ഈ കാലിങ്ങനെ നോക്കി, ഈ കാലിനെ നമുക്ക് വേണമെങ്കിൽ സ്വല്പം കൂടെ അവിടെ നിന്ന് ഒന്ന് ട്വീക്ക് ചെയ്തിട്ട് സ്വല്പം കൂടെ ഒന്ന് ടോപ്പിലോട്ടാക്കാം. ഓക്കെ, ഫൈൻ. ഓക്കെ, അവ ലാൻഡ് ചെയ്യുന്ന സമയത്തും സെയിം ഇഷ്യൂ ആണ്. ലാൻഡ് ചെയ്യുന്ന സമയത്തും നമ്മൾ കാല് ഹിറ്റ് ചെയ്യുന്ന സമയത്ത് സെയിം ഇഷ്യൂ ആണ്. നമ്മൾ കാലിനെ സ്വല്പം കൂടെ അലൈൻ ചെയ്ത് കൊടുക്കാം. ഈ ഒരു കാല് വെക്കുന്ന കാലില്ലെങ്കിൽ കുഴപ്പമില്ല, മറ്റേ കാലായിരുന്നാലും മതി. ഇപ്പോഴും ഒരു റോബോട്ടിക് ഫീലാണ്. നമുക്ക് ആ റോബോട്ടിക് ഫീൽ മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ കാലിനെ സ്വല്പം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് സ്വല്പം ഒന്ന് ഇങ്ങോട്ടായി കൊടുക്കാം. ഓക്കെ, കൂട്ടത്തിൽ പോൾ വെക്ടറും കൂടെ. ഓക്കെ, ഇവിടെയാണ് പ്രധാനപ്പെട്ടൊരു സംഭവം, കാരണം അവിടെ നമ്മൾ വരെയാണ്. അപ്പോൾ അതും ഇതും കറക്റ്റായിട്ട് അങ്ങനെ വീഴത്തില്ല. അങ്ങനെ വീഴുന്ന കറക്റ്റ് റോബോട്ടിക് ഫീൽ വരും. അപ്പോൾ അത് നമുക്ക് എന്തായാലും വേണ്ട, ആ റോബോട്ടിക് ഫീൽ വേണ്ട. അപ്പോൾ നമുക്ക് ട്വീക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പോൾ വെക്ടറും കൂടെ സ്വല്പം ഒന്ന് ഇങ്ങനെ മാറ്റി വെച്ചിട്ട് ട്വീക്ക് ചെയ്യുക. ഓക്കെ, അതിപ്പോൾ ഒരു അനിമേഷനും കൂടെ അതിൻ്റെ അകത്ത് കിടക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ ആ അനിമേഷനും എല്ലാം കൂടെ ചേർത്ത് നമുക്ക് ഒരു കീയും കൂടെ ഇട്ടങ്ങ് ഫിക്സ് ചെയ്യാം. അത് മതി, ഇനഫാണത്. ഓക്കെ, കറക്റ്റായിട്ട് ബ്ലെൻഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ കാല് കണ്ട, ഈ കാലിൽ ഒരു പ്രോബ്ലം ഉള്ളതെന്ന് പറഞ്ഞാൽ അത് കറക്റ്റായിട്ട് കുത്തുന്നില്ല. അപ്പോൾ അവിടെ എത്തിയിട്ട് ഇത് ഇങ്ങനെ ഇരിക്കട്ടെ. ഓക്കെ, ഇതിപ്പോൾ കാല് അവിടെ നിന്ന് ജമ്പ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഇരുന്നോട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു കാല് മാത്രം നമുക്കതിൻ്റെ ഫുട്ട് റോൾ സ്വല്പം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇവിടെ എത്തിയിട്ട് താഴ്ന്നു. ഓക്കെ, ജസ്റ്റ് ഒന്ന് താഴ്ന്നു. അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് താഴ്ന്ന് അവിടെ ഫിക്സ് ചെയ്ത് അവിടെ ഇരുന്നു. ഓക്കെ, തിരിച്ചു പോകണമെങ്കിൽ ഒരു കീ ഫ്രെയിം ഇട്ടങ്ങ് അതിനെ രജിസ്റ്റർ ചെയ്താൽ മതി. ഇതാ കണ്ടോ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇനി ഈ കാലിൻ്റെ ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ ഈ കാലിങ്ങനെ വന്ന് ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് ഈ കാലല്ലേ, ഈ കാല് നമുക്ക് സ്വല്പം കൂടെ ഇങ്ങനെ നോക്കാം. സ്വല്പം, ഒരുപാട് വേണ്ട. എന്നിട്ട് അതിൻ്റെ ഫുട്ട് റോൾ ഒന്ന് ഓഫ് ചെയ്യാം. എന്നിട്ട് ആ വരമ്പ് ഒരു ഫോളോ ത്രൂ കൂടെ നമുക്ക് അതിന് കൊടുക്കാം. മീൻസ് ഇവിടെ നിന്ന് ഇങ്ങനെ വന്നു, ഇവിടെ എത്തി. ഓക്കെ, ആ സ്വല്പം നമുക്ക് ഇങ്ങോട്ട് ഒന്ന് ചരിച്ചിട്ട് ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്ത് ലിഫ്റ്റ് ചെയ്ത് സ്വല്പം ഫ്രണ്ടിലോട്ട് വയ്ക്കുന്ന ഒരു ഫീൽ നമുക്ക് കൊണ്ടുവരാം ഇങ്ങനെ. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ അതും വീണ്ടും ജസ്റ്റ് ഒന്ന് ഈ ഒരു ഫോളോ ത്രൂ ഇങ്ങനെ വെച്ചിട്ട് സ്വല്പം ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രണ്ടിലോട്ട് വെച്ചിട്ട് ഇങ്ങനെ ഒരു ഫീൽ കൊടുക്കുക. രണ്ടും ഒരിടത്ത് രജിസ്റ്റർ ആയിട്ട് ഇരിക്കുന്ന ഒരു ഫീൽ നമുക്ക് ആവശ്യമില്ല. ഓക്കെ, സ്വല്പം ഡിലേ കൊടുത്താലും കുഴപ്പമില്ല. ഇതിന് സ്വല്പം കൂടെ ഡിലേ കൊടുത്താലും കുഴപ്പമില്ല. സ്വല്പം ഇങ്ങോട്ട് നീക്കുക, സ്വല്പം അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ, കണ്ടോ, ഇത്രയും ഡിലേ വേണമെന്നില്ല. അത് നമ്മുടെ ഇതനുസരിച്ച്
കാരണം കാല് ഇത്രയും ഡിലേയിൽ വരത്തില്ല, പെട്ടെന്നായിരിക്കും. കാരണം ഇത്രയും ഹൈറ്റിൽ നിന്ന് വരുന്നുണ്ട്, പെട്ടെന്നായിരിക്കും അത് രജിസ്റ്റർ ആവുന്നത്. ഓക്കെ, ആ വെയിറ്റും എല്ലാം ഫീൽ ചെയ്യിച്ച് കാണിക്കണം. അതിന് കാല് ആദ്യം വന്നാലേ പറ്റുള്ളൂ. ഹിപ്പ് കുറച്ച് വെയിറ്റ് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഹിപ്പ് സ്വല്പം നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത കണക്ക് പതുക്കെ വന്നാലും കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ഇതേപോലെ ഓരോ ബോഡി പാർട്ടും നമ്മൾ ട്വീക്ക് ചെയ്യുക. ആദ്യം റഫ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്കൊരു ബുദ്ധിമുട്ടുള്ളൂ. അപ്പോൾ ആദ്യം ഞാൻ വെച്ച പോസ്റ്റിൻ്റെ പേര് എന്താണ്, ബ്ലോക്കിംഗ് എന്നാണ് പറയുന്നത്. ആ ഒരു സമയത്തുള്ള ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് എല്ലാം ഫൈൻ ട്യൂണിങ് ആണ്. ഇവിടെ കണ്ട ഇത് ഔട്ട് ഓഫ് ബാലൻസ് ആയി. ഔട്ട് ഓഫ് ബാലൻസ് ആവാൻ പാടില്ല, സ്വല്പം അങ്ങോട്ട് ട്വീക്ക് ചെയ്യുക. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് നീങ്ങും. അപ്പോൾ അതും അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, ഇവിടെ വെച്ച് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്വല്പം ക്യാരക്ടറിനെ ഒന്ന് താഴ്ത്തിയാലും കുഴപ്പമില്ല. ക്യാമറ വ്യൂലും കൂടെ നോക്കിക്കോണേ. മറ്റേ വ്യൂവിൽ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ക്യാമറ വ്യൂ പോവും. അങ്ങനെ ചെയ്യരുത്. ക്യാമറ വ്യൂവും കൂടെ നമ്മൾ എന്തെങ്കിലും ഹോൾഡ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഏകദേശം സെറ്റായിട്ടുണ്ട്. മറ്റേ നമുക്ക് വീണ്ടും അത് ശരിയാക്കാം. ഓക്കെ, ഞാനിപ്പോൾ നണ്ണടിച്ചിട്ട് പോളിയോൺ മാത്രം ഓൺ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം. നേരത്തെ കേട്ട് കുറച്ചും കൂടെ ഒരു ഫിനിഷ് കാലിൽ വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത പ്രോസസ്സ്, ഇതിപ്പോൾ ഞാൻ പറഞ്ഞ ഇതിൽ ഔട്ട് ഓഫ് ബാലൻസ് ഞാൻ പറഞ്ഞ ഇതാണ് ഔട്ട് ഓഫ് ബാലൻസും കൂടെ ഒന്ന് കറക്റ്റ് ചെയ്യാം. ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുക, പാനൽസ് ലേഔട്ട്, 3 പാൻ സ്പ്ലിറ്റ് ടോപ്പ്, ഗ്രാഫ് എഡിറ്റർ. ഗ്രാഫ് ഇവിടെ വെച്ച് നമുക്ക് ട്വീക്ക് ചെയ്യാം. ഓക്കെ, ഇതവിടെ ഒരു ഒഴിഞ്ഞൊരു കീ ഉണ്ട്, അതാണ് ഇപ്പോൾ പ്രോബ്ലം. അപ്പോൾ അതിന് തൊട്ടടുത്തുള്ള കീ നമുക്ക് റിമൂവ് ചെയ്യാം. ഓക്കെ, സ്മൂത്തായി, കണ്ടോ, സ്മൂത്തായി, ഇനി പ്രശ്നമില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടം തൊട്ട് വേണമെങ്കിൽ ഇപ്പം നമ്മൾ കാണാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ 37ാമത്തിലാണ് നമ്മളെ കാല് പൊങ്ങിയിരിക്കുന്നത് ആണല്ലോ. 37ാമത്തെ നമുക്കൊരു കാര്യം ചെയ്യാം, 34 കൂടെ അവിടെ നിന്ന് അങ്ങ് ഓവർലാപ്പ് ചെയ്ത് കൊടുക്കാം. 34ാമത്തെ ഫ്രെയിം ഓവർലാപ്പ് ചെയ്ത് കൊടുത്തെന്ന് പറഞ്ഞ് പ്രശ്നമൊന്നുമില്ല. 34 അല്ലേ, ഈ കാല് ലിഫ്റ്റ് ചെയ്യുക. ഈ കാല് സ്വല്പം കൂടെ ലിഫ്റ്റ് ചെയ്തെന്ന് പറഞ്ഞ ഒരു പ്രോബ്ലം ഇല്ല. അതാകുമ്പോൾ അവിടെ നിന്ന് വരുന്ന സമയത്ത് ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന കാല് ഏതാണ്, ലെഫ്റ്റ് അല്ലേ. അപ്പോൾ ആദ്യം രജിസ്റ്റർ ആക്കേണ്ട കാലം ഏതാണ്, അതും ലെഫ്റ്റാണ്. അപ്പോൾ നമുക്ക് ലെഫ്റ്റും റൈറ്റും തമ്മിൽ സ്വല്പം ഒരു ഡിഫറൻസ് കൊടുക്കാം. ഓക്കെ, ഇല്ലാതുണ്ടെങ്കിൽ രണ്ടും ഒരേ ഫീൽഡ് വന്ന് നിൽക്കും. അപ്പോൾ റിയലിസ്റ്റിക് ഫീൽഡിന് വേണ്ടിയിട്ടാണ് ഞാൻ അത് കൊടുക്കാമെന്ന് പറയുന്നത്. അത് തൽക്കാലം ഇങ്ങനെ ഇരുന്നോട്ടെ. ഫസ്റ്റ് ഈ കാല് ആദ്യം അവിടെ നിന്ന് പൊങ്ങുന്ന സമയത്ത് ഫസ്റ്റ് പൊങ്ങുന്ന കാല് ലെഫ്റ്റാണ്. ഓക്കെ, സ്വല്പം വളരെ മൈന്യൂട്ടായിട്ടുള്ള കൊടുത്താൽ മതി. അത് കൊടുത്ത് നമുക്ക് ലാസ്റ്റ് അത് വെച്ചിട്ട് പ്രോപ്പറായിട്ട് അലൈൻ ചെയ്യുക. അത് വെച്ചിട്ട് സ്വല്പം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നു, ഇവിടെ ഒന്ന് റിമൂവ് ചെയ്യുക. സ്വല്പം ഇവിടെ നിന്ന് സ്വല്പം ഒന്ന് ലിഫ്റ്റ് ചെയ്യുക, സ്വല്പം ഒന്ന്. ഓക്കെ, വലിയ ലിഫ്റ്റ് വേണ്ട, എന്നാൽ വൃത്തിയുടായിരിക്കും. ഇവിടെ എത്തുമ്പോൾ വീണ്ടും സ്വല്പം കൂടെ. അപ്പോൾ രണ്ട് കാല് രണ്ട് രീതിയിലാണ് പോകുന്നതെന്നുള്ളൊരു ഫീൽ കിട്ടും. ഒറ്റയടിക്കും ചെയ്യാം, അതും പ്രോബ്ലം ഇല്ല. ഞാൻ പറഞ്ഞ ഇത് കുറച്ച് ഒരു നാച്ചുറൽ ഫീൽ വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. റിയലിസ്റ്റിക്കലി നമുക്ക് അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓക്കെ, അപ്പോൾ കാലാണ് ആദ്യം ലിഫ്റ്റ് ചെയ്യുന്നത്, താഴോട്ട് പോണത്. ഈ കാലെടുക്കുന്നു. ഓക്കെ, ഏത് കാലാണ് ആദ്യം പോകേണ്ടത് അതനുസരിച്ച് അത് അനിമേറ്റ് ചെയ്യുക. ഫസ്റ്റ് കാല് ഇവിടെ എത്തി. ഓക്കെ, ഇതിനെ സ്വല്പം ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക അങ്ങോട്ട്. ഓക്കെ, അപ്പോൾ ആ ഫസ്റ്റ് കാല് കുത്തിയതിന് ശേഷം രണ്ടാമത്തെ കാല് കുത്തുന്നു. ഓക്കെ, അപ്പോൾ അതിൻ്റെ അകത്ത് കർവിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ കർവ് ക്ലിയർ ചെയ്യുക. കുറച്ച് ഒടിഞ്ഞു കിടക്കുന്ന കർവ്സൊക്കെ ഇവിടെ ഉണ്ട്, ആ കർവ്സിനെ ക്ലിയർ ചെയ്ത് വിടുക. ഓക്കെ, അതുപോലെ ഇവിടെ ഒരു കർവ്സ് പ്രോബ്ലം ആയിട്ട് കിടപ്പുണ്ട്, ആ കർവിനും ക്ലിയർ ചെയ്യുക. ഓക്കെ, ഫൈൻ. ഇവിടെ കണ്ട അവിടെ ഒരു ചെറിയൊരു റൊട്ടേഷനിൽ എന്തോ ഒരു ചെറിയ മിസ്മാച്ച് ഉണ്ട്. റൊട്ടേഷനിലെ മിസ്മാച്ചും ക്ലിയർ ചെയ്യുക. ജസ്റ്റ് അവിടെ അങ്ങോട്ട് റിമൂവ് ചെയ്തിട്ട് വൈ സ്വല്പം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ, അത് കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ ഏരിയ പോയതാണ്. ആ ഏരിയ ട്രാൻസ്ലേറ്റ് 0 പ്രശ്നമാണ്. അവിടെ ഒരു അടി കിടക്കുന്നു, ആ അടി റിമൂവ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതാണ് കറക്റ്റ്. ഓക്കെ, അത് ആ പെനിട്രേഷനൊന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തുക. ആ ഏരിയയിൽ ഇതാണ്ട് പെനിട്രേറ്റ് ചെയ്തിരിക്കുന്നു, പെനിട്രേഷൻ ഒഴിവാക്കുക. അതാണ് കറക്റ്റായിട്ട് അറിയാൻ പറ്റും പെനിട്രേറ്റ് ചെയ്തിട്ടുണ്ടാകുന്നു. ഇതാണ്ട് അവിടെ ആ വെയിറ്റ് ബാലൻസ് ചെയ്യുക, ഫിക്സ് ചെയ്യുക. ഓക്കെ, കണ്ടോ, ആ ഇപ്പോൾ ലിഫ്റ്റിൽ മറ്റേ കാലാണ് ഇപ്പോൾ ലിഫ്റ്റിൽ കൂടുതൽ ലിഫ്റ്റ് ചെയ്ത് വരുന്നത്. കണ്ടോ, അത് കഴിഞ്ഞിട്ടാണ് അടുത്ത കാല് വരുന്നത്. അത് എവിടെ നിന്ന് വേണമെന്നുള്ള കാര്യം നമുക്ക് തീരുമാനിക്കാം. ഓവർലാപ്പിംഗ് നമുക്ക് തീരുമാനിക്കാം എവിടെ നിന്നാണ്. ഇപ്പോൾ റൈറ്റ് കാലാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആദ്യമേ നമുക്ക് റൈറ്റ് കാല് അലൈൻ ചെയ്ത് കൊടുക്കുക. മീൻസ് ഫ്രണ്ടിലോട്ട് വരുന്നു, അത് കഴിഞ്ഞിട്ട് ബാക്കിലോട്ട് വരണം. ഇപ്പോൾ നമ്മളിവിടെ എടുക്കുന്നത് ലെഫ്റ്റ് കാലാണ് ഫ്രണ്ടിലോട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ലെഫ്റ്റ് വേണമെങ്കിൽ ഇവിടെ സ്വല്പം കൂടെ ഒന്ന് ട്വീക്ക് ചെയ്യാം. മാറിപ്പോരുത്, ലെഫ്റ്റ് തന്നെ അഡ്ജസ്റ്റ് ചെയ്യുക. ഇപ്പോൾ ഇത്രയും റോൾ ബോളും ഇതൊന്നും വേണമെന്നില്ല, ഒരു 35 ആക്കിയാലും കുഴപ്പമില്ല. അല്ലെങ്കിൽ ഇവിടെ നമുക്ക് ഫുഡ് ബ്രേക്ക് ആവശ്യമില്ല സംഭവം. സോ ഫുഡ് റോൾ ആവശ്യമില്ല വേണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് തിരിച്ച് ഇങ്ങനെ ആക്കാം.
പെർസ്പെക്റ്റീവിൽ പോയി ചെക്ക് ചെയ്ത് നോക്കണം എപ്പോഴും, കറക്റ്റ് ആണോ എന്നുള്ള കാര്യം. ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്തിട്ട് പെർസ്പെക്റ്റീവിൽ പോയിട്ടൊന്ന് ചെക്ക് ചെയ്യുക. ജസ്റ്റ് ഇങ്ങനെ വരുന്നു, ലെഫ്റ്റ് കാല് തന്നെയാണ്, ലെഫ്റ്റ് കാല് വന്നു. ഓക്കെ, ലെഫ്റ്റ് കാല് വേണമെന്നുണ്ടെങ്കിൽ സ്വല്പം കൂടെ ഒന്ന് ഇങ്ങനെ വയ്ക്കാം. ഒരുപാട് ഇത് ഒരു റിഗിൻ്റെ കൺട്രോൾ നമ്മൾ മാക്സിമം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. മീൻസ് ഒരു റിഗ് പൊട്ടാതെ നോക്കുക. ഒരുപാട് സ്ട്രെച്ച് ചെയ്യുന്നേ കുഴപ്പമില്ല, ഒരുപാട് ബ്രേക്ക് ചെയ്യരുത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ലിഫ്റ്റ് ചെയ്തു വന്നു. ഇവിടെ വേണമെങ്കിൽ തിരിച്ചു കൊടുത്താലും കൊള്ളായിരിക്കും. ഇങ്ങനെ ഫോളോ ത്രൂ കൂടുതൽ പിടിക്കാൻ പറ്റും ഇങ്ങനെ ലിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ. അല്ലെങ്കിൽ പ്രോബ്ലം ഒന്നുമില്ല, ഫോളോ ത്രൂ കുറച്ചും കൂടെ നന്നായിട്ടിരിക്കും. തിരിക്കുന്ന സമയത്ത് കുറച്ചും കൂടെ ഫോളോ ത്രൂ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ കാലിന് ആ ഒരു ഫീൽ കിട്ടും കറക്റ്റ്. ഓക്കെ, ഇനി ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. അടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഗ്രാഫിൽ പോയി ചെക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ കുറച്ചും കൂടെ റിയലിസ്റ്റിക് ഫീൽ കിട്ടും കാലിന്. ഓക്കെ, ഇതിപ്പോൾ പ്ലേ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നേരത്തെ പോലെയല്ല, കാല് മാത്രം ശ്രദ്ധിക്കുക, കാലിന് റിയലിസ്റ്റിക് ഫീൽ കിട്ടും. കുറച്ചൊന്ന് ആ ചാട്ടത്തിനൊരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യും. രണ്ട് കാല് രണ്ട് സമയത്ത് വന്ന് വീഴുന്നുണ്ട്. അതേപോലെ ആ കാലിൻ്റെ ആ ഒരു ഓവർലാപ്പിങ്ങും കൂടെ ഉള്ളതുകൊണ്ട് അങ്ങനെ ഒരു ഫീൽ നമുക്ക് പ്രോപ്പറായിട്ട് കിട്ടും. ഫൈൻ. ഓക്കെ, അപ്പോൾ ഇത് രജിസ്റ്റർ ആയിട്ടുണ്ട്. ഹിപ്പ് കുറച്ചും കൂടെ കഴിഞ്ഞ് വന്നാൽ യാതൊരുവിധ പ്രശ്നവുമില്ല. കാല് വന്നതിന് ശേഷം ഹിപ്പ് വന്നാൽ ഒരു പ്രോബ്ലം ഇല്ല. എന്ന് പറഞ്ഞ് ഭയങ്കര സ്ലോ ആവാനും പാടില്ല, സ്വല്പം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താലും പ്രോബ്ലം ഇല്ല. ഒരു സ്വല്പം, അപ്പോൾ കുറച്ച് വെയിറ്റ് കറക്റ്റായിട്ട് ഫീൽ ചെയ്യും. ഓക്കെ, കുഷ്യന് സെറ്റിലും പ്ലേ ചെയ്ത് ഒന്നുകൂടെ പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പോസ്റ്റ് നമുക്ക് വേണ്ടേ. പുള്ളി ഇങ്ങനെ നിന്നതിന് ശേഷം നമുക്ക് എഴുപ്പിക്കാം പുള്ളി. ഇത് വേണ്ട, അങ്ങ് ഒരിടത്ത് അങ്ങ് ഇരുന്ന് പോയ ഒരു ഫീലുണ്ട്, അത് വേണ്ട. അപ്പോൾ ഈ ക്യാരക്ടറിനെ നമുക്ക് ജസ്റ്റ് ഡൗൺ അപ്പിൽ നമുക്ക് സ്വല്പം നല്ലോണം അപ്പാക്കാം ക്യാരക്ടറിനെ. ഓക്കെ, ഡൗൺ ഇപ്പം ഇതിൻ്റെ ആവശ്യം വരില്ല. ഓക്കെ, അപ്പ് ഡൗൺ അങ്ങനെ. ഓക്കെ, അപ്പോൾ അതേപോലെ ഡൗൺ അപ്പ് ദെൻ ഡൗൺ. ഓക്കെ, അങ്ങനെ ആക്കാം. ഡൗൺ അപ്പ് ഡൗൺ, സ്വല്പം കൂടി ഡൗൺ ആക്കാം. ഒരുപാട് ഇരിക്കുന്ന ഫീല് വേണ്ട, കാരണം വന്ന് നിൽക്കുകയല്ലേ. അപ്പോൾ അത്രയും ഫീൽ നമ്മൾ കൊണ്ടുവരണ്ട, അതിൻ്റെ ആവശ്യമില്ല, അത് വേണ്ട. സ്വല്പം അതേപോലെ ഔട്ട് ഓഫ് ബാലൻസും പ്രോപ്പർ ആക്കുക. ഓക്കെ, അതേപോലെ ഒറ്റയടിക്ക് ഇങ്ങനെ എഴിക്കണമെന്നില്ല, ഒന്ന് ഹോൾഡ് ചെയ്തിട്ട് എഴിച്ചാൽ മതി. ഇതിപ്പോൾ ഒറ്റയടിക്ക് എഴിച്ച ഒരു ഫീൽ വന്നു, അത് വേണ്ട. അവിടെ ഇരുന്നു കുറച്ച് സമയം ഹോൾഡ് ചെയ്തിട്ട് എഴിച്ചാൽ മതി. അപ്പോൾ സ്വല്പം അങ്ങോട്ട് നീക്കിയിടാം. ഓക്കെ, അങ്ങനെ ഒരു ഫീൽ കൊണ്ടുവരിക. അതേപോലെ ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് പിന്നെ തിരിക്കുക, സ്വല്പം ഒന്ന് റൊട്ടേഷൻ സ്വല്പം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക, കറക്റ്റായിട്ട് ഇങ്ങനെ ആക്കും. റൊട്ടേഷൻ പ്രോപ്പർ ആക്കുക. ഇരിക്കുന്ന സമയത്ത് മാത്രം ഒരു ചെറിയ റൊട്ടേഷൻ റൈറ്റിലോട്ട് കൊടുത്താലും പ്രോബ്ലം ഇല്ല. റൈറ്റിലോട്ട്. ഓക്കെ, റൈറ്റിലോട്ട് കൊടുത്തിട്ട് വേണമെങ്കിൽ ഇവിടെ സ്വല്പം ഇങ്ങോട്ടൊന്ന് തിരിക്കാം. ഒരുപാട് വേണ്ട, ഒരുപാട് പോയി കഴിഞ്ഞാൽ അത് വൃത്തിയേടായി പോകും. സ്വല്പം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ, ഇനി നോക്കി കഴിഞ്ഞാൽ അവിടെ ഒരുപാട് വർക്ക് ചെയ്യാനുണ്ട്. ഓക്കെ, അതല്ലാന്നുണ്ടെങ്കിൽ വേറൊരു പരിപാടിയുണ്ട്. നമുക്കൊരു 75 ആക്കാം. 75 ആക്കിയിട്ട് ഇങ്ങനെ ഇരിക്കുന്നില്ലേ, ഇവിടെ പുള്ളി ഒന്നും ഇരിക്കുന്നില്ലേ, അവിടെ സ്വല്പം ഒരു മൂവി ഹോൾഡ് കൊടുക്കുക. ഇങ്ങനെ ഒന്ന് ഇരുന്നിട്ട് അവിടെ ഒരു ഹോൾഡ് കൊടുത്തിട്ട് സ്വല്പം ഒന്ന് വളരെ വളരെ മൈന്യൂട്ടായിട്ടുള്ളൊരു ഹോൾഡ് കൊടുത്തിട്ട് ഓക്കെ, എല്ലാം കൂടെ കൊടുത്തു കഴിഞ്ഞാൽ അത് കൺഫ്യൂഷൻ ആവുക. അത് നോക്കി അഡ്ജസ്റ്റ് ചെയ്യുക. ജസ്റ്റ് ചെറുതായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. അതേപോലെ അപ്പ് ആൻഡ് ഡൗൺ സ്വല്പം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ, അവിടെ ജസ്റ്റ് ഒന്ന് സ്വല്പം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഒറ്റയടിക്ക് ടപ്പ് എന്ന് പറഞ്ഞ് ഇതിങ്ങനെ കറങ്ങി വരല്ലേ, ഒറ്റയടിക്ക്. നമുക്ക് സ്വല്പം കൂടെ അതിനെ മാറ്റാം, കണ്ടോ? അല്ലെങ്കിൽ അത് റൊട്ടേഷന് വേണ്ടിയിട്ട് മാത്രം റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു ഫീലുണ്ട്. അത് റൊട്ടേഷൻ സ്വല്പം ഒന്ന് മാറ്റാം. അല്ലെങ്കിൽ റൊട്ടേഷൻ അവിടെ എത്തുമ്പോൾ അത്രയും റൊട്ടേഷൻ്റെ ആവശ്യമില്ല, പതുക്കെ റൊട്ടേറ്റ് ചെയ്ത് വന്നാൽ മതി. അങ്ങനെ ആക്കാം, കണ്ടോ?
എഴിക്കുന്ന കൂട്ടത്തിലെ റൊട്ടേഷൻ, അല്ലെങ്കിൽ നമ്മൾ എന്തോ മനഃപൂർവ്വം റൊട്ടേറ്റ് ചെയ്യുന്നൊരു ഫീലാണ്. ഓക്കെ, അതായത് ഒരു സെക്കൻഡ് ഹോൾഡ് ചെയ്ത് പിന്നെ എഴിച്ച് പിന്നെ സെറ്റിലാവുന്നു. ഓക്കെ, എണീച്ചും സെറ്റിലാവുന്നു. ഡൗൺ ഡൗൺ അതും കൂടെ ശരിയാക്കി പ്രോപ്പറാക്കാം. സ്വല്പം ഒന്ന് അപ്പ് ചെയ്യുക, ബട്ട് അപ്പ് ദെൻ ഡൗൺ. ഇതിൻ്റെ അകത്ത് ഫുൾ കൺട്രോള് നമുക്ക് 4 അടിച്ച് ഇതിൻ്റെ അകത്ത് ഈ ഫുൾ കൺട്രോൾ വെച്ചിട്ട് നമുക്ക് ഓക്കെ, നമുക്ക് ഒരു കാരണവശാലും ജമ്പ് ഒന്ന് ചെയ്യുമ്പോൾ ഈ ക്യാരക്ടറിനെ പിടിച്ചിട്ട് അനിമേറ്റ് ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്യരുത്, അത് ഇതാണ്. അങ്ങനെ ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ല. ക്യാരക്ടർ സെപ്പറേറ്റ്, അത് സെപ്പറേറ്റ് തന്നെ ആയിരിക്കണം. ഓക്കെ, ഈ ഡൗൺ അപ്പ് ഡൗൺ 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 സ്വല്പം ഒന്ന് അപ്പാക്കുക, ഡൗൺ. വേണമെന്നുണ്ടെങ്കിൽ ഒരു 80 ഫ്രെയിംസ് വരെ പോട്ടെ, കുഴപ്പമില്ല. ഡൗൺ അപ്പ് അപ്പ് ഡൗൺ തന്നെ. വളരെ മൈന്യൂട്ട് ചെറിയ ചെറിയ മൂവ്മെൻറ്റ്സ് മാത്രമേ കൊടുക്കാവുള്ളൂ. ഓക്കെ, ഇനി പ്ലേ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒരു റിയലിസ്റ്റിക് ആയതായിട്ട് കാണാം. ഓക്കെ, റിയലിസ്റ്റിക് മൂവ്മെൻ്റ് ആയിട്ടുള്ളതായിട്ട് കാണാം. അല്ലാന്നുണ്ടെങ്കിൽ അത് വെറും ഒരു റബ്ബർ ബാൻഡിൻ്റെ ആ ഒരു മൂവ്മെൻറ്റേ വരത്തുള്ളൂ. ഓക്കെ, എത്രത്തോളം വെയിറ്റ് കൊടുക്കുക അത്രത്തോളം വെയിറ്റ് കൊടുക്കുക. വെയിറ്റ് കൊടുക്കുക മീൻസ് അപ്പ് ചെയ്തിട്ട് ക്യാരക്ടർ വന്ന് ഹിറ്റ് ചെയ്തൊന്ന് വീഴുന്ന നല്ല സ്പീഡിലാണ്. സ്പീഡ് കഴിഞ്ഞിട്ട് ക്യാരക്ടർ മുകളിലോട്ട് പോകുന്ന സമയം മീൻസ് ക്യാരക്ടർ മുകളിലോട്ട് പോകുന്ന സമയം മാക്സിമം സമയം കുറച്ച് കൂടുതൽ കൊടുത്താലും നന്നായിരിക്കും. അത്രയും ഒരു വെയിറ്റ് അതിന് ഫീൽ ചെയ്യും. ഒറ്റയടിക്ക് ജമ്പ് ചെയ്ത് പോകുന്നതിന് പകരം റിലാക്സ് ചെയ്തിരിക്കുന്ന ആ ഒരു ഫീലിൽ. ഓക്കെ, ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇപ്പോൾ കുറച്ചും കൂടെ ഫീൽ വരും. ഫൈൻ, എന്നാലേ ആ ഒരു ഫീൽ നമുക്ക് വരത്തുള്ളൂ. അല്ലെങ്കിൽ ചാടുന്നതിന് മുമ്പുള്ള സമയം എന്ന് പറഞ്ഞാൽ ചാടുന്നതിന് മുമ്പ് വേണമെങ്കിൽ ഒരു മൂവിങ് ഹോൾഡ്, നമ്മളൊരു മൂവിങ് ഹോൾഡ് ഓൾറെഡി ഇവിടെ കൊടുത്തിട്ടുണ്ടല്ലോ. മൂവിങ് ഹോൾഡ് നമ്മൾ മൂവിങ് ഹോൾഡ് ഓൾറെഡി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു 3-4 ഫ്രെയിം, അത് ഡിപ്പെൻഡിങ് ഓൺ നമുക്കത് അങ്ങനെ 100% പറയാൻ പറ്റില്ല. അങ്ങനെ നമ്മളത് നോക്കുമ്പോൾ എങ്ങനെയാണ് ടൈമിങ് എങ്ങനെയാണ് നന്നായിട്ട് ഫീൽ ചെയ്യുന്നത് അതിനനുസരിച്ച് ടൈമിങ് എത്രത്തോളം ശരിയാക്കാൻ പറ്റും അത്രത്തോളം നമുക്ക് ശരിയാക്കാം. ഓക്കെ, ഇതിപ്പോൾ ഏകദേശം ഇതായിട്ടുണ്ട്. ഇനി നമ്മൾ വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡി പാർട്ടിൽ ഇനി കൂടുതൽ വർക്ക് ചെയ്യുക. മീൻസ് നമ്മുടെ ഈ ഒരു ഏരിയ ഉണ്ടല്ലോ, നമ്മുടെ ചെസ്റ്റിൻ്റെ ഏരിയയിൽ കുറച്ച് കൂടുതൽ വർക്ക് ചെയ്യുക. കാരണം എന്ന് വെച്ചാൽ നേരത്തെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രീതിയിലല്ല ഇരുന്നത്. അത് ആ ജസ്റ്റ് കുഷനും സെറ്റിലും പ്രോപ്പറായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അപ്പോൾ ഇപ്പം നമുക്കത് ചെയ്യുന്ന സമയത്ത് ആ ഒരു എടുത്തിട്ട് പൊങ്ങുന്ന ആ ഏരിയ നമുക്ക് ഒന്നും കൂടെ ട്വീക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ സോ ഡൗൺ ഡൗൺ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഇത് ഞാൻ കംപ്ലീറ്റ് അങ്ങ് റിമൂവ് ചെയ്യാം. അത് നമുക്ക് ഓക്കെ തിരിച്ച് ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോൾ ഈ ഒരു ഏരിയ നമുക്കൊന്ന് ഇങ്ങോട്ട് തിരിച്ചു കൊടുക്കാം. റൊട്ടേഷൻ സ്വല്പം ഇങ്ങനെ ആക്കാം. ഓക്കെ, ഒരുപാടാക്കിയവർ ഫോളോ ത്രൂ. അപ്പോൾ ഒരുപാട് മൂവ് ചെയ്തിട്ടും കാര്യമില്ല. ഇവിടെ ഒരുപാട് ഇങ്ങനെ ഓക്വേർഡാവും. ഒരുപാട് ഓക്വേർഡ് ആക്കരുത്. നമ്മളൊരു ലിമിറ്റ് വേണം. നമ്മൾ മൂവ് ചെയ്യുന്നൊരു ലിമിറ്റ് അനുസരിച്ച് മാത്രമേ നമ്മൾ ക്യാരക്ടറിനെ നമ്മൾ മൂവ് ചെയ്യിക്കാവുള്ളൂ. ഓക്കെ, ജസ്റ്റ് ഡൗൺ, ഇതിൻ്റെ ആവശ്യമില്ല, ഡിലീറ്റ്. സ്വല്പം ബാക്കിലോട്ട്, സ്വല്പം ബാക്കിലോട്ട്. ഓക്കെ, ഒരു കൺട്രോളിൽ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ ഒറ്റ കൺട്രോളിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. അങ്ങോട്ടൊക്കെ എന്തുണ്ടെന്നുള്ള കാര്യം നമ്മൾ ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഡൗൺ അപ്പ്. ഓക്കെ, ഇനി ഒന്ന് ഇതൊന്ന് ഡിലീറ്റ് ചെയ്തിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് വേണ്ട. ഞാൻ പറഞ്ഞു ഒരുപാട് ഹിറ്റ് ചെയ്ത് ഒരുപാട് പ്രോബ്ലം ആയിപ്പോവും. കുറച്ചിങ്ങോട്ട് നീക്കുക, നല്ലവണ്ണം കുനിഞ്ഞിട്ട് അഴിക്കുക. ആ ഒരു വെയിറ്റ് പ്രോപ്പറായിട്ട് ഫീൽ ചെയ്യണം. ഇതാണ്ട് ഇവിടെ നിന്ന് റിലീസ് ചെയ്യുക. ഓക്കെ, ഇത് ഇവിടെ നിന്ന് ഇത്രയും റിലീസ് ചെയ്താലും പ്രശ്നമില്ല. ഇവിടെ നിന്ന് റിലീസ് ചെയ്ത് നോക്കിയില്ല. അവിടെ വന്നിട്ട് നല്ലോണം ഡൗൺ ദെൻ അപ്പ്. വേണമെന്നുണ്ടെങ്കിൽ ചെറിയൊരു ഡൗണും കൂടെ കൊടുക്കാം.
ഓക്കെ, അപ്പോൾ ആ ഒരു ക്യാരക്ടർ ബ്രീത്ത് ചെയ്യുന്നതോ അങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയൊരു ഫീലും കൂടെ അതിൽ കൂടെ കിട്ടും. ഓക്കെ, ഇനി ഒന്ന് കണ്ടു നോക്കിയേ. ഓ ഓക്കെ ഓക്കെ, നമുക്ക് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ മനസ്സിലായല്ലോ സംഭവം എന്താണെന്ന്. ഓക്കെ, അത് ഫിക്സ് ആവുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ആ ഒരു ഇത് നമുക്ക് വർക്കൗട്ട് ആവുന്നുണ്ട്. എഴുതിക്കുന്ന സമയത്ത് നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇതാണ്ട് എഴുതിക്കുന്ന സമയത്ത് ഇതാണ്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ 2-3 കീ ഫ്രെയിംസ് അങ്ങോട്ട് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ അത് പ്രോപ്പറായിട്ട് കിട്ടും. ആ ഒരു ഏരിയ സ്വല്പം കൂടെ ചെയ്ത് ട്വീക്ക് ചെയ്തിട്ട് എടുക്കാൻ പറ്റും. സ്വല്പം കൂടെ ഇവിടെ നിന്ന് എഴുതിക്കുന്ന സമയം ഇവിടെ ഈ ഏരിയയിലും കുറച്ച് വർക്ക് ചെയ്യാനുണ്ട്. ഈ ഒരു ഏരിയയിലും സ്വല്പം വർക്ക് ചെയ്യാനുണ്ട്. ഇവിടെ ഇങ്ങനെ നമുക്കൊന്ന് ട്വീക്ക് ചെയ്ത് സ്വല്പം ഒന്ന് താഴ്ത്തി നോക്കാം. ഇവിടെ ഇങ്ങനെ ഓക്കെ, അതാകുമ്പോൾ ആ എഴുതിക്കുന്ന ആ ഒരു ഫീൽ ഇവിടെ കിട്ടും. കണ്ട്, ഒരു ബോഡി പാർട്ട് നമ്മളങ്ങനെ വെറുതെ ഇടരുത്. ഒറ്റ ബോഡി പാർട്ട് എപ്പോഴും എല്ലാ ബോഡി പാർട്ടും വർക്ക് ചെയ്യും, മറിച്ച് അനാവശ്യമായിട്ട് നീക്കേണ്ട ഒരു ആവശ്യമില്ല. ഓക്കെ, ഈ കൺട്രോൾ നമ്മൾ യൂസ് ചെയ്തു. അടുത്ത നമുക്ക് ഇത് യൂസ് ചെയ്യാം, കഴുത്തിൻ്റെ കൺട്രോൾ. ഓക്കെ, കഴുത്തും തലയും നമുക്ക് യൂസ് ചെയ്യാം. ഇവിടെ ഡൗൺ അടിച്ചിട്ട് ഡൗൺ ആവുന്ന സമയം ഇവിടെ നിന്ന് ഇങ്ങനെ വരുന്ന സമയത്ത് ഓക്കെ, ഇവിടെ നിന്ന് ഇങ്ങനെ വന്നു. ഓക്കെ, ഇവിടെ നമുക്ക് സ്വല്പം ഇങ്ങോട്ട് തിരിച്ചു കൊടുക്കാം. ഇവിടെ എത്തുമ്പോൾ വീണ്ടും ഇങ്ങോട്ട് തിരിക്കാം. ഡൗൺ ആവുന്ന കുറച്ച് കഴിഞ്ഞിട്ട് ഡൗൺ ആയാൽ മതി. ഇവിടെ എത്തുമ്പോൾ ഡൗൺ ആയാൽ മതി. ഡൗൺ, ഇവിടെ ഞാൻ റിലീസ് ചെയ്ത് ഡിലീറ്റ് കളഞ്ഞു. ഇവിടെ ഡൗൺ 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 നല്ലോണം ഡൗൺ ആവട്ടെ. ഇവിടെ അതേപോലെ അപ്പ് നല്ലോണം അപ്പ് ആവട്ടെ. ഡൗൺ, ദെൻ അപ്പ്, ദെൻ ഡൗൺ. ഓക്കെ, ഇവിടെ സ്വല്പം കൂടെ ഇങ്ങോട്ട് വന്നാൽ മതി. അത് നമ്മൾ ടൈം ലൈൻ നമ്മൾ സ്ക്രോൾ ചെയ്ത് തന്നെ നമുക്ക് റെഡി ആക്കണം കേട്ടോ. ഓക്കെ, സ്വല്പം കൂടെ ഇങ്ങോട്ട് ട്വീക്ക് ചെയ്യാം ജസ്റ്റ് ഒന്ന്. ഓക്കെ, ഇനി പ്ലേ ചെയ്ത് പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രോബ്ലം കാണാതിരിക്കില്ല, അത് നമ്മൾ സോൾവ് ചെയ്തേ പറ്റുള്ളൂ. ഓക്കെ, മൂവ്മെന്റ് കൂടി പോയിട്ടുണ്ടെങ്കിൽ നമുക്കതിനെ കുറയ്ക്കാം. പക്ഷെ ആ ഒരു ഇത് മാറി, സ്റ്റിഫ്നെസ് മാറി, കുറച്ച് നല്ല ഒരു ഫ്ലെക്സിബിലിറ്റി വന്നു. ഓക്കെ, റൊട്ടേറ്റ് എക്സ്, ഇത് നമുക്ക് റൊട്ടേറ്റ് എക്സിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരുപാട് മൂവ്മെന്റ് ആയി തോന്നുന്നുണ്ടെങ്കിൽ മൂവ്മെന്റ് കുറയ്ക്കാം. ഓക്കെ, അപ്പ് ഡൗൺ. ഓക്കെ, സ്വല്പം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഫൈൻ. ഓക്കെ, ഇനി പ്ലേ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. നമുക്കിനി കൈ വർക്ക് ചെയ്യാം. ഓക്കെ, കൈ, ബാക്കി എല്ലാ ബോഡി പാർട്ടും ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്ക് കൈ വർക്ക് ചെയ്യാം. അല്ല, എല്ലാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം കൈ ചെയ്താൽ മതി. എല്ലാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം കൈ ചെയ്താൽ മതിയാവും. ഇതിപ്പോൾ FKയിലാണ് കിടക്കുന്നത്, FK കിടന്നോട്ടെ, അതാണ് നല്ലത്. ഇല്ലെങ്കിൽ നമ്മൾ വീണ്ടും ബോഡി പാർട്ടിൻ്റെ കൂട്ടത്തിൽ പിന്നെ അനിമേറ്റ് ചെയ്യേണ്ടി വരും. ഇതാകുമ്പോൾ നമുക്ക് നല്ല ഫ്ലെക്സിബിളായിട്ട് പെട്ടെന്ന് നമുക്ക് അനിമേറ്റ് ചെയ്ത് തീർക്കാം. ഓക്കെ, FK ഇതിപ്പോൾ ഹിപ്പ് പോകുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇത് മൂവ് ചെയ്യുന്നുണ്ടല്ലോ, മീൻസ് ഇത് FK ആണ്. FK ഫോർവേഡ് കൈനമാറ്റിക്സ് ആണ്. FK എന്ന് പറഞ്ഞാൽ അതല്ല, മീൻസ് ഞാൻ ഇതിൻ്റെ FK എവിടെയാണെന്ന് നോക്കട്ടെ. FK നോക്കിയിട്ടാണ് ഞാനത് ശരിയാക്കി തരാം. അല്ല, ഇത് റൊട്ടേഷനാണ്. നോർമലി അത് കൈയുടെ അടുത്തായിരിക്കും FK ഇട്ടിരിക്കുന്നത്. ഇതാ കിടക്കുന്നു FK വിസിബിലിറ്റി ആണോ, ഏതാ കിടക്കുന്നു FK IK ബ്ലെൻഡ്. ഇപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഞാൻ ഒന്നാക്കി കഴിഞ്ഞാൽ കണ്ടോ, ഇതാണ്ട് FK ആയി, സോറി IK ആയി. 1 എന്ന് പറയുന്നത് IK ആണ്. മീൻസ് ഞാൻ ഈ ഹിപ്പ് മൂവ് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ, FK IKയിൽ ഈ ഹിപ്പ് മൂവ് ചെയ്യുന്ന സമയത്ത് അതും കൂടെ നമ്മളെ കൂട്ടത്തിൽ മൂവ് ചെയ്യാൻ പാടില്ല. അതവിടെ സ്റ്റക്കായിട്ട് നിൽക്കുക. അതാണ് FK എന്ന് പറയുന്നത്. മനസ്സിലായോ? FK എന്ന് പറഞ്ഞാൽ അത് അവിടെ സ്റ്റക്കായിട്ട് നിൽക്കും. മീൻസ് ഹിപ്പ് മൂവ് ചെയ്യുന്ന കൂട്ടത്തിൽ അത് മൂവ് ചെയ്യത്തില്ല. ഓക്കെ, പല പല കൺട്രോൾസ് ഉണ്ട്. ഇതിപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂവ് ചെയ്യുന്ന സമയത്ത് അത് അവിടെ തന്നെ നിൽക്കണം. അതാണ് FK എന്ന് പറയുന്നത്.
ഓക്കെ, അപ്പോൾ വരുന്ന ക്യാരക്ടേഴ്സിൽ ഞാൻ അത് കാണിച്ചു തരാം, വേറെ ക്യാരക്ടറിൽ കറക്റ്റ് എങ്ങനെയാണ് FK IK എടുക്കാൻ പറ്റുന്നതെന്ന്. ഇതിപ്പോൾ ഫോർവേഡ് കൈനാമാറ്റിക് വിസിബിലിറ്റി, IK ഇൻവേഴ്സ് കൈനാമാറ്റിക്സ് വിസിബിലിറ്റി. ഇപ്പോൾ ബ്ലെൻഡ് ഇവിടെ കിടപ്പുണ്ട്, IK FK ബ്ലെൻഡ് ഒന്നായി കഴിഞ്ഞാൽ അത് ബ്ലെൻഡ് ആവും. IK എന്ന് പറയുന്നത് ഒരു ട്രാൻസ്ഫോം കൺട്രോളും കൂടെ IKയുടെ കൂട്ടത്തിൽ വരും, IK എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഹിപ്പ് മൂവ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കൂട്ടത്തിൽ മൂവ് ചെയ്യുന്നതാണ് ബേസിക്കലി എന്താണ് പറയുന്നത്, ഇൻവേഴ്സ് കൈനമാറ്റിക്സ് എന്ന് പറയുന്നത്. ഫോർവേഡ് കൈനമാറ്റിക്സ് ആണെങ്കിൽ നമ്മളിപ്പോൾ നിൽക്കുന്ന അതേപോലെ തന്നെയാണ്, ഇതുണ്ട് മൂവ് ചെയ്യുന്ന സമയത്ത് അതും കൂടെ പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് കൈ കോൺസെൻട്രേറ്റ് ചെയ്യാം. ഒറ്റ കൈ ആദ്യം നമുക്ക് നോക്കാം. ഫസ്റ്റ് നമുക്ക് ഈ കൈ നമുക്ക് ആദ്യം അനിമേറ്റ് ചെയ്യാം. കൈയുടെ ഇപ്പോൾ തൽക്കാലം ഇത് ചെയ്യണ്ട, ഫിംഗർ നമുക്ക് ലാസ്റ്റ് ചെയ്യാം. ഇങ്ങനെ വെച്ചിട്ട് ഇതൊന്ന് സ്വല്പം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഫിംഗർ ലാസ്റ്റ്, ഫിംഗറിൽ ഇപ്പോൾ തൊടേ വേണ്ട, ഫിംഗർ അത് എവിടെ ഇരിപ്പുണ്ട്, വേണ്ട, ഇപ്പോൾ ഈ ഫിംഗറിൽ ഇപ്പോൾ തൊടണ്ട തൽക്കാലം. ഓക്കെ, ഈ കൈ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. ഓക്കെ, ഒരു കൈ ഒരു കൺട്രോൾ ഇട്ടു, രണ്ടാമത്തെ കൺട്രോളിൽ കീ ഇട്ടു. അല്ലേ വേണ്ട, അത് കൺഫ്യൂഷൻ ആക്കണ്ട, ഒറ്റ കൺട്രോളിൽ മാത്രം കീ ഇടാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കൺട്രോൾസിൽ കീ ഇടാം. സ്വല്പം നീക്കി വെച്ചു, എസ് അടിച്ചു. ഡൗൺ ആകുമ്പോൾ എന്ത് പറ്റും, ഓട്ടോമാറ്റിക്കായിട്ട് ഇതിങ്ങനെ ബാക്കിലോട്ട് വരും കൈ. ഓക്കെ, ഞാൻ വേറെ കൺട്രോളിനൊന്നും യൂസ് ചെയ്യുന്നില്ല. ഇത് പൊങ്ങി മുകളിൽ പോകുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ടും കൈ സ്വല്പം മുകളിലോട്ട് വരാം ചാടുന്ന സമയത്ത്. ഓക്കെ, ഡൗൺ ആവുന്ന സമയത്ത് നമുക്കിത് സ്വല്പം ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രണ്ടിലോട്ടാക്കാം, ഒന്ന് ഫ്രണ്ടിലോട്ടാക്കാം. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ വന്ന് പിന്നെ താഴോട്ട് പോകുന്ന സമയത്ത് ഇവിടെ ഈ ഏരിയയിൽ വന്നിട്ട് ഓക്കെ സ്വല്പം ഒന്ന് ബാക്കിലോട്ടാക്കാം. അത് വേണമെന്ന് പെർസ്പെക്റ്റീവിലും കൂടെ പോയി നോക്കിക്കോണം എങ്ങനെയാണെന്ന്. പെർസ്പെക്റ്റീവിലും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ബാക്കിലാക്കാം. ഓക്കെ, എന്നിട്ട് എഴിച്ചിട്ട് വീണ്ടും ജസ്റ്റ് ഒന്ന് ഫ്രണ്ടിലോട്ട് പിന്നെ ബാക്കിലോട്ട്. ഫൈൻ, ഇത് റഫാണ്, റഫ് അനിമേഷൻ, റഫ് ഫൈൻ ട്യൂൺ ഒരു കാരണവശാലും ബ്ലോക്ക് ചെയ്തിട്ട് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. അപ്പോൾ ജസ്റ്റ് ബാക്കിലോട്ട് വന്നു, എല്ലാ പ്രോസസ്സും ക്ലിയർ ആണോ എന്ന് നോക്കുക. ജസ്റ്റ് ഇവിടെ വന്നിട്ട് ഡൗൺ, ഇവിടെ സ്വല്പം നമുക്ക് വേണമെങ്കിൽ ബാക്കിലേക്ക് കൂടെ നീക്കി കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഡൗൺ, അപ്പ്, ഡൗൺ, ഡൗൺ. ഓക്കെ, ഇപ്പം ഇങ്ങനെ ഇരുന്നോട്ടെ, ജസ്റ്റ് പ്ലേ ചെയ്തുമ്പോൾ ഇങ്ങനെ ഇരിക്കും. അത് അടിക്കുന്നുണ്ട്, കുഴപ്പമില്ല. അതിൻ്റെ നമുക്ക് മൂവ്മെൻറ്റ് കുറച്ചാൽ മതി. ഇവിടെ ഇത് ഭയങ്കര മൂവ്മെൻ്റ് ആയിപ്പോയി, സ്വല്പം കുറയ്ക്കാം. ഏതും ഓക്കെ, ഇനി പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ വലിയ പ്രശ്നം ഇല്ല. ഓക്കെ, ഇനി നമുക്ക് മിഡിൽ കൺട്രോൾസിൽ വർക്ക് ചെയ്ത് തുടങ്ങാം. ഇങ്ങനെ ഡൗൺ ആവുന്ന സമയത്ത് നേരത്തെ നമ്മൾ ചെയ്ത കണക്ക് നമുക്കതിന് ഫോളോ ത്രൂ കൊടുക്കാം. അപ്പോൾ ഈ ഒരു മിഡിലിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു, ഒരു കൺട്രോൾ കൊടുക്കുന്നു. മിഡിലിൽ പോകുന്ന സമയത്ത് സ്വല്പം ഒന്ന് തിരിക്കുക. അതിന് അവിടെ എത്തുന്ന സമയത്ത് വീണ്ടും പഴയ കണക്കാക്കി കൊടുക്കുക. ഇങ്ങനെ ഒരുപാട് ട്വീക്ക്, ഒരുപാട് ഓടിക്കണ്ട, വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഇവന്റ്, ഓവർ ആകാൻ പാടില്ല. അതും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇനഫാണിത്, ഇത് അത്രയും വരണമെന്ന് ഞാൻ പറയുന്നത്, സ്വല്പം മതി, ഇനഫാണത്. ഓക്കെ, ഇത് എടുക്കുന്ന സമയത്ത് ഇതേപോലെ സ്വല്പം കൂടെ ഒന്ന് ട്വീക്ക് ചെയ്താലും കുഴപ്പമില്ല, കാരണം എയറിൽ നിൽക്കുകയല്ലേ. അവിടെ നിന്ന് റിലീസ് ചെയ്യുന്ന സമയത്ത് ഓക്കെ, ഇവിടെ എത്തുമ്പോൾ ഇവിടെ ഒരു കീ ഇട്ടിട്ട് ഇവിടെ എത്തുന്ന സമയത്ത് സ്വല്പം ഒന്ന് ബാക്കിലോട്ടാക്കി കൊടുക്കുക. ഇങ്ങനെ തിരിച്ച് വന്ന് ഇങ്ങനെ വന്ന് തിരിച്ച് ഇങ്ങോട്ട് വന്നു, ഒന്ന് തിരിച്ചിങ്ങോട്ട് വന്നു. ഓക്കെ, റൊട്ടേറ്റ് വൈ, കുറയ്ക്കുന്നെങ്കിൽ കുറയ്ക്കാം മൂവ്മെൻറ്റ്. ഇതിന് മാത്രം കൊടുക്കണമെന്നില്ല, നമുക്ക് ഇതും അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും ആ സമയത്ത്. ഓക്കെ, ഒറ്റ മാത്രം നമുക്ക് ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കാൻ പറ്റില്ല. അപ്പോൾ അത് സ്വല്പം കുറയ്ക്കണമെങ്കിൽ അത് സ്വല്പം കുറയ്ക്കേണ്ടി വരും. കണ്ടോ, നേരത്തെ കാട്ടി മൂവ്മെൻറ്റ് കുറഞ്ഞു. ഇപ്പോൾ ഇതൊക്കെ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ.
ആ ഒരു ഫിനിഷ് വന്നിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നമുക്കിനി അടുത്ത ട്വീക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്ട് ഈ മൂന്നാമത്തെ കൺട്രോൾ ഉണ്ട്. അതാണ്ട് ഈ മൂന്നാമത്തെ കൺട്രോൾ അത് നമുക്ക് അടിച്ചാൽ അത് വലുതായിട്ട് നമ്മൾ ചെയ്യേണ്ട, വളരെ മൈന്യൂട്ടായിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ ഇതിട്ടിട്ട് നമുക്ക് ഡൗൺ സ്വല്പം, വളരെ ഓവർ ആക്കരുത്, ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടാക്കുക. ചെറുതായിട്ടാക്കിയിട്ട് ഡൗൺ ആക്കുമ്പോൾ അത് മാക്സിമം നമുക്കതിനെ ബാക്കിലോട്ട് പിടിക്കുക. അത് റിലീസ് ചെയ്യുന്ന വരെ മാക്സിമം ആ ബോഡിയുടെ മൂവ്മെൻറ്റും റിലീസ് ചെയ്യുന്ന വരെ അത് പോട്ടെ. റിലീസ് ചെയ്യുന്ന വരെ മാക്സിമം ബാക്കിലോട്ട് പോട്ടെ. അത് കഴിഞ്ഞിട്ട് അപ്പ് ചെയ്തിട്ട് അവിടെ നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഡൗൺ ഡൗൺ. ഇവിടെ വേണമെങ്കിൽ സ്വല്പം ഒന്ന് തിരിച്ച് കറക്കി കൊടുക്കുക. ഇങ്ങനെ ഇവിടെയും മാക്സിമം പോകുന്ന സമയത്ത് പോട്ടെ, മാക്സിമം പോയിട്ട് ദെൻ ഡൗൺ ഡൗൺ. ഓക്കെ, അവിടെ ആ ഒരു ചെറിയ ഒരു ഫിനിഷ് വരണം, ചെറിയ മൈന്യൂട്ടായിട്ടുള്ള ഒരു ഫിനിഷ് അവിടെ ഇങ്ങനെ വരിക. അത് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് മാത്രമായിട്ട് മൂവ് ചെയ്യുന്ന ഒരു ഫീൽ നമുക്ക് ഉണ്ടാകാൻ പാടില്ല ഓഡിയൻസ് കാണുന്ന സമയത്ത്. അതിന് മാത്രം റൊട്ടേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വരാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിംഗറിൻ്റെ കൺട്രോൾസ്. ഫിംഗർ ഇങ്ങനെ പിടിച്ച് മടക്കി വയ്ക്കുന്നതായിരിക്കും നല്ലത്. അവരിതിലാണ് തന്നിരിക്കുന്നത് ഫിംഗർ. എന്താണ് ഇങ്ങനെ ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ അല്ല, അതാ ഇങ്ങനെ പിടിക്കുമ്പോൾ ഒരെണ്ണം മൊത്തത്തിൽ കറങ്ങി പോകുന്നുണ്ട്. അതാ കാണാവോ? ഇതെവിടെ സെലക്ട് ചെയ്തിട്ട് ഇതുണ്ട് ഒറ്റ അടിക്ക് പിടിച്ച്. അത് അല്ലാന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ ഓരോന്ന് പിടിച്ച് കറക്കി വെച്ച് കൊടുക്കണം. അതും പ്രോബ്ലം ഒന്നുമില്ല. ഏതായാലും ബെറ്റർ ഏതാണെന്ന് തോന്നുന്നത് അതങ്ങ് ചെയ്താൽ മതി. ഇപ്പോൾ 2 എക്സ്ട്രാ ഒരു കൺട്രോൾസും കൂടെ വരെ തന്നിട്ടുണ്ടെന്നേ ഉള്ളൂ. പിടിച്ച് കറക്കി അങ്ങ് വയ്ക്കുക അതിന്. ഓക്കെ, ഇതിൻ്റെതും പിന്നെ ഇതിൻ്റെതും വാല്യൂസ് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ സെലക്ട് ചെയ്യുക, ഇതാ ഇവിടെ കറക്കുക, ഇങ്ങനെ കറക്കുക, ഇങ്ങനെ കറക്കിയെടുക്കുക ഇതിനെ. അല്ലാന്നുണ്ടെങ്കിൽ ഇതിനെ ക്ലിക്ക് ചെയ്യുക, ഇതിനെ ഇങ്ങനെ കറക്കിയെടുക്കുക. ഇങ്ങനെ ചെയ്യാം, 2 രീതിയിൽ ചെയ്യാം. ഓക്കെ, അതാണ് പുറത്തെ കൺട്രോളിലും കൂടെ അവർ ഇത് കൺട്രോൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതാകുമ്പോൾ അതിലും കൂടെ വെച്ച് നീക്കാൻ പറ്റും. ഇതാണ്ട് എല്ലാം ഉണ്ട്, ഇങ്ങനെ കൺട്രോൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ എനിക്ക് തോന്നുന്നു എന്തോ ബ്രേക്ക് ആയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ കൺട്രോൾസ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല, ഒരെണ്ണം മാത്രം വർക്ക് ചെയ്യുന്നില്ല. അത് കുഴപ്പമില്ല, സെലക്ട് ചെയ്തിട്ട് നമുക്ക് നോക്കാം എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്നു. അതാ കിടക്കുന്നു. എന്താണ്ട് കണ്ട ആ ഒരു കൈ മാത്രം വർക്ക് ചെയ്യുന്നില്ല. ടിപ്പ് ഏതാണെന്നുള്ളൊരു പ്രശ്നം ഉണ്ട്. ഓക്കെ, അതങ്ങനെ ഇത് നമുക്ക് ഓണാക്കി നോക്കാം. ഇതിപ്പോൾ ലോക്ക്ഡ് ആണ്. ലോക്ക്ഡ് ആയതുകൊണ്ടാണ് അവരൊരു സ്ക്രിപ്റ്റ് ലോക്ക് ചെയ്തിരിക്കുകയാണ്. ചെയ്യുമ്പം ഇതിൽ ഏതിലും ഒന്നിൽ അവർ ലോക്ക് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് അത് നമുക്ക് കാണാൻ പറ്റാത്തത്. അതിൻ്റെ പേര് ഞാൻ മറന്നു. വിൻഡോ ഒരു ഓപ്ഷൻ ഉണ്ട് അതിൻ്റെ അകത്ത്. ആ ഓപ്ഷൻ്റെ അകത്ത് അവർ ലോക്ക് ചെയ്തിരിക്കുകയാണ് റിഗ് ചെയ്യുന്ന സമയത്ത്. അതുകൊണ്ടാണ് അതിപ്പോൾ ലോക്കായിട്ട് കാണിക്കുന്നത്. അത് നമുക്ക് അനാവശ്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അത് റിഗ് ചെയ്യുന്ന സമയത്ത് നോർമലി നമുക്ക് അങ്ങനെ ലോക്ക് ചെയ്യാൻ പറ്റും. ഏതൊരു സംഭവം നമുക്ക് കാണണമെങ്കിൽ ഹൈഡ് ചെയ്യാൻ പറ്റും, ലോക്ക് ചെയ്യണമെങ്കിൽ ലോക്ക് ചെയ്യാനും പറ്റും. ഓക്കെ ഫൈൻ. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, തൽക്കാലം ഇത് വെച്ച് നമുക്ക് വർക്ക് ചെയ്യാം. പക്ഷേ എന്തോ ഒരെണ്ണത്തിൻ്റെ ഒരു റിഗ് പൊട്ടിപ്പോയിട്ടുണ്ട്. എന്താണെന്ന് ഒരു പിടുത്തമില്ല. ഏതോ ഒരു സംഭവം എടുത്ത സമയത്ത് എന്തോ പൊട്ടിപ്പോയതാണ്. അങ്ങനെ ചെയ്യരുത്. ഹിസ്റ്ററിയിൽ നിന്ന് ഒരു കാരണവശാലും ഡിലീറ്റ് ചെയ്യരുത്. ഞാനിപ്പോൾ സെലക്ട് ചെയ്തിട്ട് എല്ലാം ഒന്ന് സെലക്ട് ചെയ്ത് നോക്കാം. ഇൻഡെക്സ് ബേസ്ഡ് മിഡിൽ ഇതാണ് പൊട്ടിയിരിക്കുന്നത്. ഇൻഡെക്സ് ആണ് ഇപ്പോൾ പൊട്ടിയിരിക്കുന്നത്. ഇൻഡെക്സിന് എന്തോ പ്രോബ്ലം ഉണ്ട്. അത് കുഴപ്പമില്ല, നമുക്ക് പഠിക്കാനല്ലേ. അപ്പോൾ നമുക്ക് ഇത് തൽക്കാലം ഇത് മൂവ് ചെയ്യുന്ന അതേ ഇത് തന്നെയാണ് സംഭവം. ഓക്കെ, ആ കൈ അങ്ങനെ ഇരിക്കുകയാണ്, അത് കുഴപ്പമില്ല, അങ്ങനെ ഇരുന്നോട്ടെ. ഓക്കെ, ഇതിപ്പോൾ ഒരു ഫസ്റ്റ് കീ ഇടുന്നു, രണ്ടാമത്തെ സെലക്ട് ചെയ്യുമ്പോൾ ഫുൾ കൈയും ഇതാ ഇങ്ങനെ വരുന്നു. ഓക്കെ, അല്ലെങ്കിൽ മറ്റേ കൺട്രോളും കൂടെ വരും. ഓക്കെ, എന്നിട്ട് ഇവിടെ നിന്ന് ചാടുന്ന സമയത്തും ആ പിടുത്തം അങ്ങനെ തന്നെ ഇരിക്കട്ടെ. എവിടെ വെച്ച് റിലീസ് ചെയ്യണമെന്ന് നമ്മൾ തീരുമാനിക്കുക. ഇവിടെ നിന്ന് വേണമെങ്കിൽ ഇവിടെ വെച്ച് വേണമെങ്കിൽ നമുക്ക് റിലീസ് ചെയ്യാം. റിലീസ് ചെയ്തിട്ട് ഡൗൺ അപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഇതിനും സ്വല്പം മൂവ്മെൻറ്റ്സ് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. അവസാനം വരെ വേണമെങ്കിൽ മൂവ് ചെയ്തിട്ട് പിന്നെ അത് റിലീസ് ചെയ്ത് കൊടുത്താലും മതി, അവിടെ റിലീസ് ചെയ്താലും മതി. അത് നമ്മുടെ ഒരു ചോയ്സ് അനുസരിച്ച് നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, അത് അനിമേറ്ററിൻ്റെ ഇതാണ്, എവിടെ വെച്ചിട്ട് അത് നമുക്ക് ട്വീക്ക് ചെയ്യണം എന്നുള്ള കാര്യം. ഓക്കെ ഫിംഗറിന് അതിൻ്റേതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. അനിമേറ്റ് ചെയ്യുമ്പോൾ അത് സ്മൂത്ത് ആയിരിക്കണം അനിമേറ്റ് ചെയ്യുന്ന സമയത്ത്. ഓക്കെ, ആ വെയിറ്റും കാര്യങ്ങളും എല്ലാമാണ് നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഇതൊക്കെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. ഒരുപാട് ഫിംഗേഴ്സ് നമ്മൾ ഇട്ട് അനിമേറ്റ് ചെയ്ത് ആട്ടേണ്ട ആവശ്യമില്ല. ഒരുപാട് കുഷനും സെറ്റിലിങ്ങും ചെയ്ത് നിർത്തേണ്ട ആവശ്യമില്ല. അത്യാവശ്യം
പക്ഷെ നമുക്ക് കാണുമ്പോൾ അത് പ്രോപ്പറായിട്ട് ഫീൽ ചെയ്യണം, ആ ഒരു റിയലിസ്റ്റിക് ജമ്പ് ആണെന്നുള്ളൊരു ഫീല്. ഇതിപ്പോൾ റിയലിസ്റ്റിക് ക്യാരക്ടർ ആയതുകൊണ്ട് തന്നെ ആ ഒരു റിയലിസം നമുക്ക് വേണം. ഓക്കെ, അതിനനുസരിച്ച് ചെയ്യാം. കോമിക് ആണെങ്കിൽ അതിനനുസരിച്ച്, റിയലിസ്റ്റിക് ആണെങ്കിൽ അതിനനുസരിച്ച്. ഇവിടെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്, ഇതിങ്ങനെ എടുക്കുന്ന സമയത്ത് വളരെ മൈന്യൂട്ടായിട്ട് നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഇതൊന്ന് മൂവ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഫ്രണ്ടിലോട്ട് തള്ളുന്നൊരു ഫീലും കൂടെ കിട്ടും ഇങ്ങനെ. അതാ ഫ്രണ്ടിലോട്ട് പോയിട്ട് അപ്പോഴാകുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് റിയലിസ്റ്റിക് ആവും. ജസ്റ്റ് ഒന്ന് ഫ്രണ്ടിലോട്ട് തള്ളി വിട്ട് കൊടുക്കുക. ഇത് ജസ്റ്റ് ഒന്ന് ബാക്കിൽ വന്നിട്ട് ഓക്കെ, ജസ്റ്റ് ഒന്ന് ഫ്രണ്ടിലോട്ട് വളരെ മൈന്യൂട്ടായിട്ടൊന്ന് ഫ്രണ്ടിലോട്ട് തള്ളിയിട്ട് ബാക്കിലോട്ട് വരുന്നൊരു ഫീൽ കൊടുക്കുക. ഒരുപാട് വേണ്ട, വളരെ വളരെ മൈന്യൂട്ടായിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോഴേ ഇങ്ങനെ ഇവിടെ എത്തുന്ന സമയത്ത് സ്വല്പം വളരെ മൈന്യൂട്ടായിട്ടൊന്ന് ഫ്രണ്ടിൽ വരുന്നു, പിന്നെ ബാക്കിലോട്ട് വരുന്നു. ഓക്കെ, അപ്പോൾ കുറച്ചും കൂടെ ഒരു ഫീലായി. നേരത്തെ അവിടെ എന്തായിരുന്നു, അവിടെ സ്റ്റിഫ്നെസ് ഉണ്ടായിരുന്നു നേരത്തെ, അപ്പോൾ ഈ സ്റ്റിഫ്നെസ് മാറി, അവിടെ ആ ഒരു ഫീല് വന്നു. ഓക്കെ, ജസ്റ്റ് പ്ലേ നോക്കി അറിയാൻ പറ്റും, അവിടെ നിന്ന് ആ സ്റ്റിഫ്നെസ് പോയിട്ടുണ്ട്. അവിടെ ഇപ്പോൾ ഫിനിഷായി. ആ ഹിപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ അത് സ്റ്റക്കായിട്ട് നിൽക്കും, എന്താണ് റോബോട്ടിക് പോലെ സ്റ്റക്ക് ചെയ്ത് നിൽക്കുന്ന ഒരു ഫീലായിരിക്കും നമുക്കവിടെ വരുന്നത്. ഓക്കെ, ഇപ്പോൾ കുറച്ചും കൂടെ നല്ല ഫീലായി സംഭവം. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് പോലെ തന്നെയാണ് റൈറ്റ് ഹാൻഡും കൂടെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഞാൻ ചെയ്യണമെന്നില്ലല്ലോ, റൈറ്റ് ഹാൻഡ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. റൈറ്റ് ഹാൻഡും കൂടെ സെയിം തന്നെയാണ്, ലെഫ്റ്റ് പോലെ തന്നെയാണ്. സിമ്പിൾ സംഭവമാണ്. വേണമെങ്കിൽ ഞാൻ ഒന്നുകൂടെ ജസ്റ്റ് സിമ്പിളായിട്ട് കാണിക്കുക. ഒരു 5 മിനിറ്റത്തെ കാര്യമേ ഉള്ളൂ. ജസ്റ്റ് സെലക്ട് ചെയ്യുന്നു, ഡ്രോപ്പ് ചെയ്യുന്നു. ഞാൻ പറഞ്ഞ പോലെ ആദ്യത്തെ കൈയുടെ കാര്യം മാത്രം ശ്രദ്ധിക്കുക, ഫസ്റ്റ് ചെയ്യുന്ന കൈയുടെ കാര്യം മാത്രം. ഓക്കെ, ബാക്കിലോട്ട് പോവാം, മാക്സിമം ബാക്കിലോട്ട്. മറ്റേ കൈ റെഫറൻസ് ആണ്, ഇപ്പോൾ ആ കൈ നോക്കി അങ്ങ് ചെയ്താൽ മതി. ഇതാണ്ട് ആ കൈ തന്നെയാണ് നമ്മളെ റെഫറൻസ്. ഡൗൺ ദെൻ അപ്പ് ചെയ്യുമ്പോൾ മാക്സിമം അപ്പ് ചെയ്യുക. ഓക്കെ, നമ്മൾ ആ നടുക്കത്തെ കൺട്രോൾ യൂസ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ആ ഒരു ഫീല് കുറവ് വരുന്നത്. ഡൗൺ മാക്സിമം ബാക്കിലോട്ട് പോകുന്നു. ഓക്കെ, ഡൗൺ ദെൻ ഇത് ഓവർലാപ്പിംഗ് വേണം. മറ്റേ കൈ ഈ കൈ നമ്മൾ ഓവർലാപ്പ് ചെയ്യുക. ആ കൈ കഴിഞ്ഞിട്ട് ഈ കൈ കാല് പോലെ തന്നെ, ഇല്ലെങ്കിൽ രണ്ടും ഒരുമിച്ച് വന്ന് നിൽക്കുന്ന ഒരു ഫീല് വരും. ഇതാണ്ടോ, കണ്ടോ? ഓക്കെ, ഫൈൻ. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ രണ്ട് കൈ രണ്ട് സമയത്തും നിൽക്കുന്ന ഒരു ഫീല് വരും. അല്ലെങ്കിൽ അത് ഇതായിട്ട് പോകും, ഏതാണ് നമ്മുടെ ആ ഒരു ഫീല് പോകുന്നത്. ഇനി അടുത്ത രണ്ടാമത്തെ നമുക്ക് ചെയ്യാം. രണ്ടാമത്തെന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ ചെയ്യുന്നു, ഇത് സെലക്ട് ചെയ്യുന്നു, ഡൗൺ. അതിപ്പോൾ കാണാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ഇപ്പോൾ കുഴപ്പമില്ല. അപ്പ്. അതായത് നമ്മൾ അങ്ങനെ ചെയ്യേണ്ട, ചീറ്റ് ചെയ്യേണ്ട, ചെയ്യുമ്പോൾ നമ്മളങ്ങ് ചെയ്ത് തന്നെ പോവുക. ഓക്കെ, ആപത്തതിന് ചിലപ്പോൾ ക്യാമറ മാറ്റി ഷോട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ വീണ്ടും ഇത് ശരിയാക്കേണ്ടി വരും. അതുകൊണ്ട് ചീറ്റ് ചെയ്യാതെ ചെയ്യുന്നതായിരിക്കും നമുക്ക് നല്ലത്. ഓക്കെ, ഡൗൺ. ഓക്കെ, ഡൗൺ. ഇത് മാക്സിമം പോവുക, അത് കുഴപ്പമില്ല. ഇവിടെ നിന്ന് ഇങ്ങനെ അപ്പാവുന്ന സമയത്ത് സ്വല്പം ഇങ്ങനെ ആക്കുക. അവിടെ എത്തുന്ന സമയത്ത് സ്വല്പം കൂടെ ഇങ്ങനെ ആക്കുക. ഡൗൺ. ഓക്കെ, സ്വല്പം കൂടെ ബാക്കിലോട്ട്, ദെൻ അപ്പ്, ദെൻ ഡൗൺ. ഓക്കെ, രണ്ട് ഇതിൽ വന്നു, കണ്ടോ? ഇനി ഒരെണ്ണം കൂടെ ചെയ്ത് ഓവറായിട്ട് പൊങ്ങിയിട്ടുണ്ടെങ്കിൽ അത് കുറയ്ക്കുക. ഇത്രയും വേണ്ടാന്ന് തോന്നുകയാണെങ്കിൽ അത് കുറയ്ക്കുക. അത് നമ്മുടെ ഇതിൽ വെച്ചിട്ട് കുറയ്ക്കുക. ഇതിൻ്റെ എഫക്റ്റീവ് ആണ്, ആ ഒരു ജോയിൻറ്റിൻ്റെ എഫക്റ്റ് ആണ്. അപ്പോൾ സ്വല്പം കുറയ്ക്കുക. അവിടെ ആ സില്ലോട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സ്വല്പം ഒന്ന് കുറച്ചു, സ്വല്പം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് പിന്നെ കുറയ്ക്കുക. ഡൗൺ ദെൻ അപ്പ് ഡൗൺ. ഓക്കെ, അപ്പം മറ്റേ കൈക്കായി ഇപ്പോൾ ഇമ്പോർട്ടൻസ് റൈറ്റ് നമ്മൾ ചെയ്ത കൈക്ക്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഈ കൺട്രോൾ നമ്മൾ യൂസ് ചെയ്യുക. ഡൗൺ. ഇവിടെ നിന്ന് ഇങ്ങനെ പോകുന്ന സമയത്ത് സ്വല്പം വളരെ മൈന്യൂട്ടായിട്ട് ജസ്റ്റ് ഒന്ന് പോകുന്നു, ഇവിടെ നിന്ന് ഇങ്ങനെ എടുക്കുന്നു, താഴുന്നു. അപ്പ് സ്വല്പം വളരെ മൈന്യൂട്ടായിട്ട്, അവിടെ വേണമെന്നേ ഇല്ല, ജസ്റ്റ് വന്നിട്ട് ഇവിടെ സ്വല്പം അങ്ങോട്ട് തിരിച്ചു കൊടുത്താൽ അവിടെ കാണുമ്പോൾ ഒരു സുഖം കിട്ടും. ഇവിടെ നിന്ന് ഇങ്ങനെ ഡൗൺ അപ്പ് പോകുന്ന സമയത്ത് ഇവിടെ നിന്ന് ഡൗൺ ആക്കുക. അപ്പോൾ ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകുന്ന ഒരു ഫീൽ കറക്റ്റായിട്ട് കിട്ടും. ഇവിടെ നിന്ന് ഇങ്ങനെ തിരിച്ചു കൊടുത്ത് കഴിയുമ്പോൾ ഡൗൺ ദെൻ അപ്പ്. ഓക്കെ, റൊട്ടേഷൻ മാത്രം അങ്ങനെ ഒരു ഫീല് വരില്ല. റൊട്ടേഷൻ മാത്രം കിടന്ന് കളിക്കുന്ന ഒരു ഫീല് ഒരു കാരണവശാലും വരാൻ പാടില്ല. അത് മറ്റേതായിട്ട് നല്ലതായിട്ട് ഓവർലാപ്പ് ചെയ്താലും കുഴപ്പമില്ല.
നീക്കി കൊടുത്താലും കുഴപ്പമില്ല, ഓരോ കീ ഫ്രെയിംസ് ഫ്രണ്ടിലോട്ട് നീക്കി കൊടുത്താലും കുഴപ്പമില്ല. അപ്പോൾ മറ്റേ കൈ ഈ കൈയും തമ്മിൽ നന്നായിട്ട് ഓവർലാപ്പ് ആവും. ഓക്കെ, ഈ ഒരു സിറ്റുവേഷനിൽ ഇത്രയും കുഴപ്പമില്ല. ഇത്രയും ഞാൻ പറയുന്നത് ഇത്രയും കുറച്ച് കൂടുതലായി പോകുന്നു എല്ലാ സ്ഥലത്തുമായി. അപ്പോൾ സ്വല്പം ഒന്ന് കുറയ്ക്കുക അത്രയും. മറ്റേ കൈ ഒരുപാട് പിടിച്ച് വരണ്ട, ഒരുപാട് ഇതാണെങ്കിൽ വൃത്തികേടായി പോകും. ഓക്കെ, അപ്പോൾ ഈ കൈയുടെ ഇത് മൂവ്മെൻറ്റ് കുറവ് കണക്ക് തോന്നുന്നു, അതുകൊണ്ടൊന്ന് കൂട്ടാം. മറ്റേതിനെ കമ്പയർ ചെയ്യുമ്പോഴേ ഇത് കുറച്ച് കുറവാകുന്നുള്ളൊരു ഫീൽ തോന്നുന്നുണ്ട്, അതിനും കൂടെ കുറയ്ക്കുക. അതിൻ്റെ അകത്തൊരു മൂവ്മെൻറ്റ് കൂടുതലുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്. ഇത് സ്വല്പം കുറയ്ക്കുക. മറ്റേ കയ്യിലെ മൂവ്മെൻറ്റ് സ്വല്പം ഒന്ന് കുറയ്ക്കാം. ഓക്കെ, ഹിപ്പിന് സ്വല്പം ഒരു മൂവ്മെൻറ്റ് വേണം, അല്ലെങ്കിൽ കൈ മാത്രം കിടന്ന് അടിക്കുന്നൊരു ഫീല് വരും. കണ്ടോ, അപ്പോൾ ആകുമ്പം എല്ലാ ബോഡി പാർട്ട് മൂവ് ചെയ്യുന്ന ഒരു ഫീല് അതിൽ വരും. അല്ലാന്നുണ്ടെങ്കിൽ അതൊരു സ്റ്റിഫ്നെസ് ആയിട്ട് തോന്നും, അല്ലെങ്കിൽ അത് മാത്രം നീങ്ങുന്നു, വേറെ ഒന്നും നീങ്ങാത്ത ആ ഒരു ഫീലും ചിലപ്പോൾ നമുക്ക് തോന്നും കാണുമ്പോൾ. ഓക്കെ, ഇനി പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, ഏകദേശം ഒരു ഐഡിയ അപ്പടി കിട്ടിയല്ലോ. അടുത്ത ക്ലാസ്സിൽ നമുക്കൊന്നും കൂടെ ഇതിനെ ഫൈൻ ട്യൂൺ ചെയ്യാം. ലാസ്റ്റ് ഫൈൻ ട്യൂണിങ് അടുത്ത ക്ലാസ്സിൽ. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ ഏകദേശം ഫൈൻ ട്യൂണിഡ് ആണ് സംഭവം. എന്നാലും ആ കൈ നമുക്ക് അത്രയും ഒരു ജസ്റ്റ് എന്തോ കുറച്ചൊരു മിസ്സിങ് കണക്ക് തോന്നുന്നു. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ നമുക്കത് നന്നായിട്ട് ഫൈൻ ട്യൂൺ ചെയ്തെടുക്കാം. ഓക്കെ, എടുത്ത് കഴിഞ്ഞിട്ട് ചാടി കഴിഞ്ഞിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ആ ഒരു വെയിറ്റിൻ്റെ കാര്യമാണ്. ചാടി കഴിയുമ്പോൾ ചാടുമ്പോൾ ക്വിക്ക് ആക്ഷനും പിന്നെ അത് റിലീസ് ചെയ്തിട്ട് തിരിച്ചു വരുമ്പോൾ കുറച്ചും കൂടെ ടൈമും നമുക്ക് കൂട്ടാം. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് എഴിക്കുന്ന സമയത്ത്, ഇവിടെ നിന്ന് പുള്ളി ഇത് എഴിക്കുന്ന സമയത്ത് ഡൗൺ വരെ ഓക്കെ, പുള്ളി എഴിക്കുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഡിലേ കൊടുക്കാം. സ്വല്പം നീക്കിയിട്ട് നമുക്കൊരു 105 ആക്കിയാലും പ്രോബ്ലം ഇല്ല. സ്വല്പം അത് നമ്മൾ കൊടുത്തിട്ട് നമ്മൾ തീരുമാനിക്കുക എത്രത്തോളം അത് നമ്മൾ ആ ടൈമിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണമെന്ന്. ഈ പൊങ്ങി എഴിക്കുന്ന സമയത്തെല്ലാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് നോക്കാം ഒന്നും കൂടെ. അതനുസരിച്ച് നമ്മൾ റിയലിസ്റ്റിക് ഫീല് കൂടിക്കൊണ്ടേയിരിക്കും. ചാടി എഴിക്കുന്ന ആ ഒരു ഫീല് നമുക്ക് തന്നെ കൂട്ടാൻ പറ്റും. ജസ്റ്റ് പ്ലേ നോക്കി അറിയാൻ പറ്റും ഒന്നുകൂടെ. കണ്ട പ്ലേ ബ്ലാസ്റ്റിൽ കണ്ട പോലെ തന്നെ. ഓക്കെ, കണ്ട ആ ഒരു ടൈം നമുക്ക് കുറച്ചും കൂടെ ഫൈൻ ട്യൂൺ ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കുറച്ചും കൂടെ ഒന്ന് ഫൈൻ ട്യൂൺ ചെയ്യാം. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ നമുക്കൊന്നും കൂടെ ഇതിനെ ഫൈൻ ട്യൂൺ ചെയ്യാം. ലാസ്റ്റ് ഫൈൻ ട്യൂണിങ് അടുത്ത ക്ലാസ്സിൽ. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ ഏകദേശം ഫൈൻ ട്യൂണിഡ് ആണ് സംഭവം. എന്നാലും ആ കൈ നമുക്ക് അത്രയും ഒരു ജസ്റ്റ് എന്തോ കുറച്ചൊരു മിസ്സിങ് കണക്ക് തോന്നുന്നു. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ നമുക്കത് നന്നായിട്ട് ഫൈൻ ട്യൂൺ ചെയ്തെടുക്കാം. ഓക്കെ, എടുത്ത് കഴിഞ്ഞിട്ട് ചാടി കഴിഞ്ഞിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ആ ഒരു വെയിറ്റിൻ്റെ കാര്യമാണ്. ചാടി കഴിയുമ്പോൾ ചാടുമ്പോൾ ക്വിക്ക് ആക്ഷനും പിന്നെ അത് റിലീസ് ചെയ്തിട്ട് തിരിച്ചു വരുമ്പോൾ കുറച്ചും കൂടെ ടൈമും നമുക്ക് കൂട്ടാം. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് എഴിക്കുന്ന സമയത്ത്, ഇവിടെ നിന്ന് പുള്ളി ഇത് എഴിക്കുന്ന സമയത്ത് ഡൗൺ വരെ ഓക്കെ, പുള്ളി എഴിക്കുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഡിലേ കൊടുക്കാം. സ്വല്പം നീക്കിയിട്ട് നമുക്കൊരു 105 ആക്കിയാലും പ്രോബ്ലം ഇല്ല. സ്വല്പം അത് നമ്മൾ കൊടുത്തിട്ട് നമ്മൾ തീരുമാനിക്കുക എത്രത്തോളം അത് നമ്മൾ ആ ടൈമിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണമെന്ന്. ഈ പൊങ്ങി എഴിക്കുന്ന സമയത്തെല്ലാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് നോക്കാം ഒന്നും കൂടെ. അതനുസരിച്ച് നമ്മൾ റിയലിസ്റ്റിക് ഫീല് കൂടിക്കൊണ്ടേയിരിക്കും. ചാടി എഴിക്കുന്ന ആ ഒരു ഫീല് നമുക്ക് തന്നെ കൂട്ടാൻ പറ്റും. ജസ്റ്റ് പ്ലേ നോക്കി അറിയാൻ പറ്റും ഒന്നുകൂടെ. കണ്ട പ്ലേ ബ്ലാസ്റ്റിൽ കണ്ട പോലെ തന്നെ. ഓക്കെ, കണ്ട ആ ഒരു ടൈം നമുക്ക് കുറച്ചും കൂടെ ഫൈൻ ട്യൂൺ ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കുറച്ചും കൂടെ ഒന്ന് ഫൈൻ ട്യൂൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ട്യൂട്ടോറിയൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് ഡേ.